ഹായ് ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഞാൻ ഇന്നൊരു മോർണിംഗ് റുട്ടീൻ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. മോർണിംഗ് എന്ന് പറയുമ്പോൾ ഏകദേശം ഞാനൊരു 6:15 എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു 6:30 ആയപ്പോഴത്തേക്ക് ഞാൻ അടുക്കളയിൽ വന്നു. അപ്പോഴേക്കും മമ്മി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ രാത്രിയിൽ റൈസ് കുക്കറിനകത്ത് ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ മമ്മി അത് ഏകദേശമൊക്കെ ഒന്ന് തിളപ്പിച്ച് റെഡിയാക്കിയിട്ട് അതൊന്ന് വാർത്തിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ പറമ്പിൽ തന്നെ നമ്മുടെ കോവയ്ക്ക, വെണ്ടയ്ക്ക, പയറെല്ലാം കൂടി ഇട്ട് കുറേശ്ശെ എടുത്തിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് വെഴുക്ക് വരട്ടുന്നുണ്ട്. നമുക്കിന്ന് പള്ളിയിൽ OVBS ഉണ്ടായതുകൊണ്ട് ചോറ് കൊണ്ടുപോകണം കേട്ടോ, വൈകിട്ട് വരെ ഉണ്ട്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ രാവിലെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഏകദേശം അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഇടയ്ക്ക് എനിക്ക് കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. ഈ എടുക്കുന്നതിൻ്റെയൊക്കെ പാത്രങ്ങൾ തന്നെയാണ്, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ അപ്പോൾ പാത്രങ്ങൾ മാക്സിമം അപ്പോൾ തന്നെ കഴുകി പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം മമ്മി അടുക്കളയിൽ നിന്ന് നോക്കിയപ്പോൾ ഉണ്ട് നമ്മുടെ പറമ്പിൽ, അതായത് നമ്മുടെ വെളിയിലത്തെ അടുക്കളയിൽ നിന്ന് നോക്കിയപ്പോൾ നമ്മുടെ പറമ്പിൽ പാവയ്ക്കയിൽ പുതിയൊരാളും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈച്ച കൊത്തുമല്ലോ എന്ന് വെച്ചിട്ട് മമ്മി എന്നോട് പറഞ്ഞു അതും കൂടി ഒന്ന് പേപ്പർ കുത്തിയിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ പറമ്പിൽ പോയിട്ട് പേപ്പർ കുത്തിയിടുവാണ് കേട്ടോ. എന്നിട്ട് അതിന് ഇടയ്ക്കൊക്കെ വല്ലതും ഉണ്ടോ എന്നും കൂടി നോക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് ചോറ് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ പാത്രത്തിലല്ല കേട്ടോ കൊണ്ടുപോകുന്നത്, ഇലയിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പറമ്പിൽ തന്നെ നമുക്ക് അത്യാവശ്യം വാഴയുടെയൊക്കെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇലയ്ക്ക് അപ്പുറത്തെ പറമ്പിലൊന്നും ഓടേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇല പറിക്കുകയാണ്. ഇപ്പോൾ 3 ഇലയാണ് ഞാൻ പറിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ 3 ഇല ആർക്കാണെന്ന്. ഇതിൽ ഒരയിലെന്ന് പറയുന്നത് എനിക്കും കിച്ചൂസിനും, ഒരയില മമ്മിക്ക്, പിന്നെ ഒരു ഇലയും കൂടെ ഉണ്ടല്ലോ. ആ ഒരു ഇലയെന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചുമ്മ, അതായത് ഇവിടുത്തെ പപ്പയുടെ അനിയൻ്റെ വൈഫും കൊച്ചുമോളും പള്ളി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ തലേന്ന് അവരോട് പറഞ്ഞിട്ടായിരുന്നു, ആൻറ്റി നാളെ ഞങ്ങൾ ചോറെടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചോറെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ആ ഒരു സൈഡിൽ തന്നെ ഒരു പാവൽ നിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മളൊരു പാവയ്ക്ക് ഇങ്ങനെ പേപ്പർ കുത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈച്ചകളും മറ്റും കയറാതെ കുത്തിയിട്ടതാണ്, പക്ഷേ എന്നാലും അദ്ദേഹത്തിനെ ആരോ ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് പഴുത്തു പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, പറിച്ചെടുത്തിട്ട് നമുക്കതിനെ ഉണക്കിയെടുത്താൽ വിത്തുകൾ വീണ്ടും ആവുമല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വിത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കിണറിൻ്റെ സൈഡിൽ കുറച്ച് വിത്തുകളൊക്കെ പാവിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ രാവിലെ മമ്മി വിളിച്ചിട്ട് പറഞ്ഞു, ദേ ഇതിനകത്തൊരു ബീൻസും പയറായിട്ടുണ്ടെന്ന്. ആക്ച്വലി അത് ബീൻസ് അല്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. കുറച്ചും കൂടി വലുതാവട്ടെ, അപ്പോൾ നമുക്ക് കൺഫേം ചെയ്യാം. ഞാനിപ്പോൾ നിഗമനിച്ച് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പടവലങ്ങ ഉണ്ടല്ലോ, പടവലങ്ങ ആണെന്നാണ് എൻ്റെ ഒരു ഊഹം. അതിൻ്റെ താഴെ പിന്നെ വേറെ കുറച്ചും കൂടെ കിളിച്ചിട്ടുണ്ട്. അതൊക്കെ എന്താണെന്നുള്ളത് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വലുതായി വന്നെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഈ ഒരു സമയം കൊണ്ടെല്ലാം നമ്മുടെ വെഴുക്ക് അവിടെ ഏകദേശം വെഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം കുറച്ച് ഡ്രൈ ആയിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാത്രത്തിൽ ഇങ്ങനെ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഒരുപാട് ജോലികൾ ബാലൻസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പള്ളിയിൽ പോകുന്നത് കൊണ്ട് രാവിലെ ഞങ്ങളുടെ ഇവിടുത്തെ പരിപാടികളൊക്കെ, രാവിലെ ഫുഡിൻ്റെ പരിപാടികളൊക്കെ റെഡി ആവുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ചോറ് കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നൊയമ്പിൻ്റെ ഒരു സമയം ആയതുകൊണ്ട് നമുക്ക് ഇറച്ചിയോ മീനോ ഒന്നും പള്ളിയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. സത്യത്തിൽ ഈ മുട്ട പോലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾക്ക് നോയമ്പോൾ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു മുട്ടയെങ്കിലും എടുക്കുന്നത്. അല്ലാതെ എന്താണ് പള്ളിയിലൊക്കെ പോകുമ്പോൾ എന്ത് കറിയാണ് ഉണ്ടാക്കുന്നത്? ഒരു ഇറച്ചിയോ മീനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചോറൊക്കെ പൊതിഞ്ഞെടുത്താൽ എന്തെങ്കിലുമൊക്കെ ഒരു കറി ഉണ്ടെന്നുള്ളൊരു മതിപ്പ് നമുക്ക് ഫീൽ ചെയ്യും. ഇതിപ്പോൾ ചമ്മന്തിയും മുട്ടയും വെഴുക്കും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു കറിയേ ഇല്ല എന്നുള്ളൊരു ഫീലാണ് സാധാരണ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ ഒരു മുട്ടയും കൂടെ പൊരിക്കാമെന്ന്. അങ്ങനെ ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. 3 പൊതിയിലായിട്ട് വെക്കാനെ കൊണ്ട് 3 മുട്ട പൊരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടുപോകാനാണ് കേട്ടോ വിചാരിക്കുന്നത്. ഞങ്ങളിങ്ങനെ പള്ളിയിലൊക്കെ പോകുന്നത് കൊണ്ട് നമ്മുടെ പറമ്പിലെ കാര്യങ്ങളൊക്കെ വളരെ കഷ്ടമാണ് കേട്ടോ. കാരണം ഒന്നിനും തന്നെ നമുക്ക് ടൈം തികയാറില്ല. ഞങ്ങൾ രാവിലെ ഏകദേശം ഇവിടുന്ന് നമ്മളൊരു 9 മണിക്കാണ് അവിടെ പള്ളിയിൽ തുടങ്ങുന്നത്. പക്ഷെ ഞങ്ങൾ എങ്ങനെയായാലും ഇവിടുന്ന് ഒരുങ്ങിക്കെട്ടിയൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് 10 മണിയൊക്കെ ഏകദേശം ആവാറുണ്ട്. പിന്നെ വൈകിട്ടൊരു 4:30-5 മണിക്കകമാണ് കേട്ടോ തിരിച്ച് വരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് പറമ്പിലെ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പോയിട്ടിങ്ങ് വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ടയേർഡ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമുക്കിന്നിപ്പോൾ പറമ്പിലെ കാര്യങ്ങളൊക്കെ ഭയങ്കര ശോകമാണ്. എന്നാലും പറ്റുന്നിടത്തോളമൊക്കെ രാവിലെയൊക്കെ ഞങ്ങൾ കുറേശ്ശെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. കുറേ വിത്തുകളൊക്കെ നമുക്ക് നടാൻ വേണ്ടിയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശമൊക്കെ മുട്ടയൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 3 മുട്ടയാണ് പൊരിച്ചെടുക്കുന്നത്. അങ്ങനെ ഏകദേശം മുട്ടകളൊക്കെ ഇങ്ങനെ ആയി വരുന്നുണ്ട്. ഞാനിവിടെ മുട്ട പൊരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ട് അതിനകത്ത് ഉപ്പ് മാത്രമേ ഇടത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ സവാളയോ അല്ലെങ്കിൽ പച്ചമുളകോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടത്തില്ല. എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ ഇടുന്നത്.
അപ്പോൾ ഞാനൊരു ഈസിക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ളവർക്കും കൂടി ഞാൻ എൻ്റേതായ ഒരു സ്റ്റൈലിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യാറുള്ളത്? ഈ മുട്ടയിൽ ഈ സവാള, പച്ചമുളക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇടാറുണ്ടോ? എനിക്കെന്തോ അതങ്ങനെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യാറില്ല. എനിക്ക് ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. അതാകുമ്പോൾ കുറച്ച് എണ്ണയോ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിനകത്ത് ഈ മുട്ടയൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഏകദേശം മുട്ടയുടെയൊക്കെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടി റെഡിയാക്കാമെന്ന് വെച്ചു. പള്ളിയിലെങ്ങാനും ചെന്നിരുന്ന് കഴിക്കുമ്പോൾ അച്ഛനെങ്ങാനും കണ്ടാലുള്ള അവസ്ഥ എന്താകും എന്നൊരു ഫീലിംഗ് ആണ് കേട്ടോ ഓരോ കടമ്പകൾ കടക്കുമ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, നൊയമ്പുണ്ടായതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ പള്ളിയിലൊക്കെ കൊണ്ടുവച്ച് കഴിക്കുമ്പോൾ ഒരു മര്യാദയില്ലേ. അപ്പോൾ ഇന്നെ കൊച്ചിനൊക്കെ എന്ത് കൂട്ടിയാണ് കൊടുക്കുക എന്ന് ഉദ്ദേശിച്ചാണ് കേട്ടോ നമ്മൾ ഈ ഒരു കാര്യം എടുത്തത്. അപ്പോൾ നമ്മൾ പറമ്പിൽ നിന്ന് നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്ന നമ്മുടെ വാഴയുടെ ഇല നമ്മൾ അതൊന്ന് അതൊന്ന് ഇതാക്കി എടുക്കുകയാണ്, എന്താണ് തീ കാച്ചി എടുക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ചോറ് വിളമ്പുന്ന സമയത്ത് അത് പൊട്ടിപ്പോവുമല്ലോ, അതുകൊണ്ട് അതിനൊന്ന് മയക്കി എടുക്കുകയാണേ. അങ്ങനെ നമ്മൾ ആ ഒരു അടുപ്പിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വാഴയുടെ ഇലയൊന്ന് വാടുമ്പോഴുള്ള ആ ഒരു മണം ഉണ്ടല്ലോ, എൻ്റെ ദൈവമേ, ഒരു വല്ലാത്ത ഫീലിംഗ് ആണ്. ഈ ഒരു മണത്തിൽ ഈ ഒരു ചോറൊക്കെ പൊതിഞ്ഞെടുത്ത് ആ ഉച്ച ഒരു സമയത്ത് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, എല്ലാവരും കഴിച്ചിട്ടുള്ളവരായിരിക്കും. എന്തായാലും മലയാളികൾ ഒരു മനുഷ്യനെങ്കിലും കഴിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. പൊതിച്ചോറെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതൊരു വികാരം തന്നെയാണല്ലോ, ഈ ഒരു ചട്ടിച്ചോറ്, പൊതിച്ചോറ് അങ്ങനെയൊക്കെ പറയുമ്പോൾ. ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിപ്പിലൊക്കെ ചില സമയത്തൊക്കെ ഭയങ്കര ആഗ്രഹങ്ങൾ കയറാറുണ്ട്. വ്യാക്കോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ മലയാളീകരിച്ച് പറയാം കേട്ടോ. പ്രഗ്നൻസിക്കാർക്ക് മാത്രമല്ലല്ലോ വ്യാക്കം, അല്ലാതുള്ള മനുഷ്യർക്കും ചില സമയങ്ങളിലൊക്കെ വ്യാക്കം വരാറുണ്ട്. ആ ഒരു കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് കേട്ടോ ഞങ്ങൾക്കൊക്കെ നിപ്പിൽ ഈ പറയുന്ന ആ പൊതിച്ചോറ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇലയട ഇതൊക്കെ തിന്നാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട് കേട്ടോ. തോന്നുന്ന സമയങ്ങളിലൊക്കെ ഉണ്ടാക്കി കഴിക്കാറുമുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ 2-3 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് പള്ളിയിൽ ഇങ്ങനെ വൈകുന്നേരം വരെ ഉണ്ടായതുകൊണ്ട് നമ്മൾ ചോറ് കൊണ്ടുപോകാറുണ്ട് കേട്ടോ. സാധാരണ ഒരു ഗതിയിൽ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഇരട്ടിയായിട്ട് ചോറ് കഴിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഇലപ്പൊതി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു മണമൊക്കെ അടിച്ച് കയറുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കഴിച്ചു പോകുമല്ലേ. എന്തോരം മണമാണ് അതങ്ങോട്ട് തുറന്നെടുക്കുമ്പോഴത്തേക്കല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഒരാൾക്കിത് കൊടുക്കുമ്പോഴും മനസ്സിനൊരു സംതൃപ്തിയാണ്. ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സത്യത്തിൽ വൈകിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഈ ചോറ് ഞാൻ പറഞ്ഞില്ലേ ആൻറ്റിക്ക് കൊടുത്തെന്ന്, ഈ ഒരു സമയത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ആൻറ്റി ചോദിച്ചു ആരാണ് ചോറ് വിളമ്പിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ് വിളമ്പിയെന്ന്. ആൻറ്റി മനസ്സറിഞ്ഞ് പറഞ്ഞു മനസ്സും വയറും ഒരുപോലെ നിറഞ്ഞിട്ടുണ്ടെന്ന്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മനസ്സറിഞ്ഞ് വിളമ്പി, അത് മാത്രമല്ല ഇലയിലൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക വയറ് നിറച്ചിലും കൂടെ ഫീൽ ചെയ്യാറുണ്ടല്ലോ. ഇന്ന് പറഞ്ഞതുപോലെ ആൻറ്റിക്ക് ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് മനസ്സ് നിറഞ്ഞത്. അത് കേൾക്കുമ്പോഴൊക്കെ ഉള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ ഇലയിൽ പൊതിഞ്ഞ് കഴിക്കുമ്പോൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇലപ്പൊതി ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ മോർണിംഗ് റുട്ടീനിൽ നമ്മുടെ ഇന്നത്തെ മെയിൻ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഇലപ്പൊതി എന്ന് പറയുന്നത്. മമ്മി ഇതിനിടയ്ക്കൂടെ നമുക്ക് ചമ്മന്തിയൊക്കെ അരച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വെഴുക്ക് വരട്ടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താണ് അച്ചാറുണ്ട്, മുട്ട പൊരിച്ചുകൊണ്ട്, ഇത്രയും മാത്രം മതിയെന്ന്. പിന്നെ നമ്മുടെ ഒരു കുത്തിരി ചോറും കൂടെ. എൻ്റെ അമ്മോ പറയാൻ വയ്യ, അന്യായ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു വാഴയുടെ ഇലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ അതിൻ്റെ ഒരു നാര് വരത്തില്ലേ, അത് കട്ടിയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ചോറിട്ടിട്ട് മടക്കുന്ന സമയത്ത് ഇല പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് പൊതിഞ്ഞെടുക്കാൻ വളരെ ഈസി ആയിരിക്കും. അപ്പം ആ ഒരു ഇല പൊട്ടിപ്പോകാനുള്ള ചാൻസ് കുറവാണ്. അതിനുശേഷം നമ്മൾ ആ പറമ്പിൽ നിന്ന് പറിച്ചാണെങ്കിലും അഴുക്കും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും അതൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഞാൻ ആ ഇലകളൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. എങ്ങാനും പൊടിയോ പൊട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് പൊയ്ക്കോട്ടെ, എന്തിനാ അതിനെയും കൂടെ നമ്മൾ കഴിക്കുന്നതല്ലേ. അതിനുശേഷം ഞാൻ നമ്മുടെ ഗ്യാസും നമ്മുടെ പരിസരങ്ങളും ഒക്കെ ഒന്ന് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് നിങ്ങളോട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ചെയ്യുന്ന സമയത്ത് തന്നെ മാക്സിമം ഞാൻ അവിടെ എല്ലാം വൃത്തിയാക്കി തന്നെ ചെയ്ത് പോകാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, മമ്മി രാവിലെ എഴുന്നേറ്റപ്പോൾ ചോറ് ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വാർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളം ഊറ്റാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഞാൻ ആ ഒരു അടുപ്പിലോട്ട് തന്നെ അതൊന്നും മൊരിച്ചെടുക്കുന്നുണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ മൊരിച്ചെടുക്കാമെന്നാണോ ഇതിന് പറയുന്നത്? അതായത് ഈ വെള്ളം ഇങ്ങനെ വാർന്ന് കഴിയുമ്പോൾ എങ്ങനെ പോയാലും ആ പാത്രത്തിൻ്റെ അടിയിൽ കുറച്ചെങ്കിലും വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ വെള്ളത്തിനേക്ക് ഒന്ന് വറ്റിച്ചെടുക്കുന്ന പ്രോസസ്സിംഗ് ആണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് നമ്മുടെ ഇവിടെയൊക്കെ മൊരിച്ചെടുക്കുക എന്നാണ് പറയുന്നത്. നിങ്ങളവിടെയൊക്കെ എന്താ പറയുന്നതെന്നും കൂടി ഒന്ന് പറയണം കേട്ടോ. അങ്ങനെ അതൊക്കെ ഞാനൊന്ന് മൊരിച്ചെടുക്കുന്ന വഴിക്ക് നമ്മൾ പാത്രവും കലംചട്ടിയൊക്കെ കഴുകാൻ പോയി കഴിഞ്ഞാൽ ഈ ഇരുന്ന് മൊരിയുന്നത് ഒന്നൊന്നര ഫ്രൈ ആയിപ്പോൾ. അതും കൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ കളയാനുണ്ടായിരുന്നു. മുട്ട പൊരിച്ചതിൻ്റെ, ഏല പൊട്ടിച്ചതിൻ്റെ ഒക്കെ കുറേ ബാലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഏകദേശമൊക്കെ ഒന്ന് എടുത്തിട്ട് മമ്മിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. മമ്മിയാണ് കേട്ടോ അങ്ങനെ വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞത്. പിന്നെ ഈ ഒരു സൈഡിൽ നമ്മൾ ഈ വെളിച്ചെണ്ണ എണ്ണയൊക്കെ വെക്കുന്നുണ്ട്. എപ്പം നോക്കിയാലും ഉറുമ്പാണെന്നേ. ഈ ഉറുമ്പൊക്കെ പോവാൻ എന്താ ചെയ്യാന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. എങ്ങോട്ട് നോക്കിയാലും ഉറുമ്പുമയം മാത്രമേ കാണാനുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ മണ്ടയിൽ നമ്മുടെ ചോറും നമ്മുടെ വെഴുക്ക് വരട്ടി, അച്ചാർ, ചമ്മന്തി, മുട്ട എല്ലാവരെയും കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ ഒന്ന് സൂമിങ്ങിൽ കാണിക്കാം. അങ്ങനെ നമ്മുടെ ഇലയൊക്കെ ഇട്ടിട്ട് നമ്മുടെ നാടൻ കുത്തരി ചോറൊന്ന് വിളമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിക്കുക അതിനകത്ത് ആവി പറക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിരുന്ന് ആവിഞ്ഞിട്ടിരുന്ന് കഴിക്കുന്നതിൻ്റെ ആ ഒരു മണവും ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇത് കാണുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ കൊതി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിക്കോ. കറികളൊന്നും വേണ്ട, ഒരു ചമ്മന്തിയും തോരനും ഉണ്ടെങ്കിൽ തന്നെ അന്യായ ടേസ്റ്റാണ്. പക്ഷേ ഇതിനകത്ത് ഒരു മീനിൻ്റെ ഒരു ചെറിയൊരു പൊരിച്ചതോടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി ഒന്നും കൂടെ കൂടിയേനെ അല്ലേ. അപ്പോൾ നമ്മളുടെ ചോറിനകത്തോട്ട് നമ്മുടെ കറികളെല്ലാം വെച്ചിട്ട് ഞാനൊന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെയാണേ പൊതിയുന്നത്. ചിലവരൊക്കെ ഈ പേപ്പറോട് കൂടി തന്നെ പൊതിയുന്നത് കാണാൻ എനിക്ക് അത്ര ബാലൻസ്ഡ് ഒന്നും അല്ല കേട്ടോ. ഞാൻ എന്തായാലും ഏകദേശം ചോറൊക്കെ ഇട്ടിട്ടൊന്ന് തത്തിപ്പൊത്തിയൊക്കെ ഞാൻ ഏകദേശം ഒന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ നമ്മുടെ പേപ്പർ ഒരു ഫുള്ള് പേപ്പറിൻ്റെ ആവശ്യം എന്തായാലും ഇല്ല. അത് പകുതി ഒന്ന് മടക്കിയിട്ട് ഇട്ടിട്ടാണ് കേട്ടോ ഞാനൊന്ന് പൊതിഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഏകദേശം നമ്മളുടെ ചോറെല്ലാം ഞാൻ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ 3 പൊതിയാണ് കേട്ടോ പൊതിഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെ 3 പൊതിയും പൊതിഞ്ഞെടുത്തിട്ട് നമ്മൾ വെള്ളവും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 പൊതിയിലും സെയിം പോലെ തന്നെ നമ്മൾ പൊതിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഒരു കുട്ടി 3 പൊതികൾ ഇത്രയാണ്. കാണുമ്പോൾ വലിപ്പം ഉണ്ടെങ്കിൽ വലിയ വലിപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.